ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ കാസർഗോഡ് നിന്നൊരു വാർത്ത കണ്ടിരുന്നല്ലോ. വ്യവസായിയായ അബ്ദുൽ ഗഫൂർ മരിച്ചതല്ല, 3 സ്ത്രീകളും ഒരു പുരുഷന്മാരും കൂടി ചേർന്ന് 596 പവന്റെ സ്വർണവും കവർന്ന് പണവും കവർന്ന് അയാളെ കൊലപാതകം ചെയ്തതാണ് എന്ന് നമ്മൾ കണ്ടു. കാസർഗോഡ് ബേക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് പൂച്ചക്കാടാണ് പ്രവാസിയായ വ്യവസായി അബ്ദുൽ ഗഫൂറിന്റെ ദുരൂഹ മരണം വാർത്തയായത്. അത് കൊലപാതകമായിരുന്നു എന്ന് തെളിഞ്ഞു. മന്ത്രവാദിനിയും ഭർത്താവും ഉൾപ്പെടെ 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023 ഏപ്രിൽ മാസത്തിലായിരുന്നു ഗഫൂറിന്റെ മരണം. മന്ത്രവാദത്തിലൂടെ ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് 596 പവന്റെ സ്വർണമാണ് ഇവർ ഗഫൂറിൽ നിന്നും തട്ടിയെടുത്തത്. ഇത് തിരിച്ചു നൽകാതിരിക്കുന്നതിന് വേണ്ടിയാണ് കൊലപാതകവും നടത്തിയത്. അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ നിന്ന് 4 കിലോയിലേറെ തൂക്കമുള്ള 596 പവൻ സ്വർണ്ണാഭരണങ്ങൾ ആരുടെ കയ്യിലാണ് എത്തിയത് എന്ന അന്വേഷണമാണ് 4-അംഗ സംഘത്തിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത്. ആഭിചാരക്രിയകളുടെ ഭാഗമായി ഗഫൂറിന്റെ തല ഭിത്തിയിൽ ഇടിപ്പിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് നിഗമനം. പ്രവാസി വ്യവസായി പൂച്ചക്കാട് ഫറൂഖിയ മസ്ജിദിനടുത്തെ ബൈത്തുർ റഹ്മയിൽ MC അബ്ദുൽ ഗഫൂർ എന്ന 55-കാരൻ 2023 ഏപ്രിൽ 14-ാം തീയതി പുലർച്ചെയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഭാര്യയും മകളും മകന്റെ ഭാര്യയും ഈ സമയത്ത് ബന്ധുവീട്ടിലായിരുന്നു. മരണത്തിലും ആഭരണങ്ങൾ കാണാത്തതിന് പിന്നിലും ദുർമന്ത്രവാദം നടത്തുന്ന യുവതിയെയും ഭർത്താവിനെയും സംശയിക്കുന്നതായി വീട്ടുകാരൊരു പരാതി നൽകുന്നു. ദുർമന്ത്രവാദിനിയുടെ സഹായികളായ 2 സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ബാങ്കിലെ പണമിടപാടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് നൽകിയത്. തുടർന്നാണ് അക്കൗണ്ടിലെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചത്. മന്ത്രവാദി സംഘത്തിലുള്ള ചിലരുടെ ഫോൺ ലൊക്കേഷൻ സംഭവ ദിവസം പ്രദേശത്ത് നിന്ന് കണ്ടെത്തി. ഗഫൂർ മന്ത്രവാദിനിയും കൈമാറിയ വാട്സപ്പ് സന്ദേശങ്ങളും വീണ്ടെടുത്തു. ഗഫൂറിൽ നിന്ന് മന്ത്രവാദിനി 10 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും നേരത്തെ കൈപ്പറ്റിയതിന്റെ രേഖകളും കണ്ടെത്തിയിരുന്നു. സ്ത്രീകളുടെ ശരീരത്തിൽ ജിന്ന് കയറി എന്ന് പറഞ്ഞ് ചില ഉസ്താദുമാർ ജിന്നിനെ ഇറക്കുന്ന ചില രീതികൾ അവലംബിക്കാറുണ്ട്. അവരുടെ കഴുത്തിലും ചെവിയിലും ഒക്കെ തുണികൾ ഇട്ടിട്ട് മുറുക്കി പിടിക്കുക, എന്നിട്ട് അവരെ വല്ലാതെ വേദനിപ്പിക്കുക, അവരലറി കരയുക തുടങ്ങിയ രീതികൾ. ആദ്യം അതൊന്ന് കാണാം. നമുക്ക് ശബ്ദമിടാൻ പറ്റില്ല, ഭയങ്കര കരച്ചിലാണ്. എൻ്റെ അല്പം സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഖുർആൻ വാക്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. പിന്നെ അറബിയില് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ ഇറങ്ങി വാ അങ്ങനെയൊക്കെ, ഇതൊക്കെ ഇവരുടെ തന്ത്രങ്ങളാണല്ലോ. അങ്ങനെയൊക്കെ ഇവരിങ്ങനെ പറയും. വല്ല കരുത്തുള്ള ആണുങ്ങളുമാണെങ്കിലുണ്ടല്ലോ നല്ല കൊടുക്കൽ കൊടുത്തിട്ടുണ്ടാവും അയാൾക്ക്. പിന്നെ ഒടുവിലായിട്ട് ഇവര് കുറേ വാക്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ട് തലവഴി ഒഴിക്കുക, അതാ ഓതി ഒഴിക്കുന്നു ഊതി ഒഴിക്കുന്നു എന്നൊക്കെയാണ് ഇവർ സാധാരണഗതിയിൽ പറയാറുള്ളത്. ഇങ്ങനെ കുറേ ഓതും, വീണ്ടും ഒഴിക്കും, പിന്നെയും ഇവരുടെ കഴുത്തിൽ ഇങ്ങനെ തുണിയിട്ടിട്ട് മുറുക്കി ഇറുക്കി പിടിക്കും. ഇതൊക്കെയാണ് ഇവരുടെ രീതികൾ. അപ്പോഴാണ് നമ്മുടെ ഈ അബ്ദുൽ ഗഫൂറിനെ കൊന്ന പ്രതികളുണ്ടല്ലോ, അവര് ചിന്തിച്ചത് എന്തുകൊണ്ട് നമുക്കിത് പാടില്ല? പുരുഷന്മാര് മാത്രം ജിന്നിറക്കിയാലും ആഭിചാര ക്രിയകൾ ചെയ്താലും മതിയോ? നമുക്കും ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് നമ്മുടെ ഷെമിയും ടീമും ഇതിനിറങ്ങിത്തിരിക്കുന്നത്. പുരുഷന്മാര് മാത്രമല്ല അതിനകത്ത് കേമന്മാർ, നമുക്കും പറ്റും. അങ്ങനെയാണ് ആഭിചാര ക്രിയകളിലൂടെ സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാം എന്ന് പറയുന്നത്. ഒടുവിൽ അവരെ വീഴ്ത്തിയതാരാണെന്നറിയാമോ? അതും ഒരു ലേഡി തന്നെയാണ്, ആയിഷ. പോലീസ് കുടുക്കി, അതിവിദഗ്ധമായി കുടുക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്ങനെയായിരുന്നു ആ കുടുക്കൽ? ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്ന കഥ ജിന്നുമ്മ അകത്തായതും ജിന്നുമ്മ നടത്തിയ കൊലപാതകത്തിന്റെ ഇവരുടെ ശരീരത്ത് ജിന്ന് കയറുമെന്നും ചില
കർണാടകക്കാരിയാണ്, നല്ല മലയാളത്തിൽ ചില കാര്യങ്ങൾ പറയും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ആ ജിന്ന് കയറുന്ന സമയത്താണ് ഇവർ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രേ. ജിന്നുമ്മ ആരാണ്, എന്താണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ജിന്നുമ്മയെ എങ്ങനെ പോലീസ്, ഇത്രയും സൂത്രശാലിയായ ജിന്നുമ്മയെ എങ്ങനെ പോലീസ് വലയിലാക്കി എന്ന രീതിയാണ് നമ്മൾ പ്രേക്ഷകരോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ജിന്നുമ്മയ്ക്ക് ശരിക്കും പണി കൊടുത്തത് ജിന്നുമ്മയുടെ കൂട്ടാളിയായ ആയിഷ താമസിക്കുന്നത് മധൂരിലാണ്. കാസർഗോഡ് മധൂരിലാണ് ആയിഷ താമസിക്കുന്നത്. ഈ ആയിഷയായിരുന്നു പോലീസിന്റെ തുറുപ്പ് ചീട്ട്. കെ ജെ ജോൺസൺ എന്ന DYSP ആദ്യം ആയിഷയിലൂടെയാണ് കാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയത്. അറിയാലോ, 2023 നടന്ന കേസാണ് 2024 ഇപ്പോൾ ഏതാണ്ട് അവസാനിക്കുന്ന സമയത്ത് കാസർഗോഡ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള SCRB സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ DYSP ആയിട്ടുള്ള കെ ജെ ജോൺസൺ തെളിയിച്ചത് ഒരു വർഷത്തിന് ശേഷം, ഒരു വർഷത്തിലധികം ദിവസത്തിന് ശേഷം. അപ്പോൾ ജിന്നുമ്മയിലേക്ക് വന്നത് ആയിഷയിലൂടെ. എന്തുകൊണ്ട് ആയിഷ ഈ ക്രൈമിന് ശേഷം ഒരു വലിയ മണ്ടത്തരം കാണിച്ചു. ആയിഷ ചെയ്തത് മധൂരിലെ ബാങ്കിലെ 21 ലക്ഷത്തിന്റെ വായ്പ ഒറ്റയടിക്ക് ക്ലോസ് ചെയ്തതാണ്. മധൂരിലെ ബാങ്കിൽ 21 ലക്ഷം രൂപയുടെ വായ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ആയിഷ ഇത് ക്ലോസ് ചെയ്തു. ഈ ലോക്കൽ പോലീസിൽ ഇവരുടെ എല്ലാം സംശയിക്കുന്നു എന്ന് അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മകൻ പറഞ്ഞ് ഇവരുടെ എല്ലാം തന്നെ സ്റ്റേറ്റ്മെന്റ് ലോക്കൽ പോലീസ് എടുത്തപ്പോൾ ഒരു സാധനം പോലും പുറത്തു വന്നില്ല. സോ ഇനി എങ്ങനെ ഈ കേസിനെ തെളിയിക്കാം എന്നുള്ളതായിരുന്നു പോലീസിന്റെ ദീർഘനാളത്തെ, അതായത് പുതിയ ടീമിന്റെ ദീർഘനാളത്തെ ഇടപാട്. അങ്ങനെയാണ് ആയിഷയുടെ ഈ പറയുന്ന ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് എടുത്തത്. ആയിഷയിലേക്കാണ് സംശയം, ആയിഷയാണ് ചെയ്തത് എന്ന് പോലീസ് ജിന്നുമ്മയായിട്ടുള്ള ഷമീമയെയും ഭർത്താവ് ഉബൈദെന്ന് അറിയപ്പെടുന്ന ഉവൈസിനെയും വിശ്വസിപ്പിച്ചു. അവരിലേക്ക് യാതൊരു സംശയവുമില്ല, എല്ലാം ആയിഷയിലേക്കാണ് എന്നൊരു ചിന്ത പോലീസ് വരുത്തി വെച്ചു കൊടുത്തു. സോ മറ്റവർ ഫ്രീ ആയി, സേഫായി. ആയിഷ എന്ത് ചെയ്തു? ആയിഷ പിന്നീട് കഥകൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. ആയിഷയിലേക്കാണ് ഇത് പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ ആയിഷ പതിയെ താനല്ല ഇത് ചെയ്തത് എന്നൊക്കെയുള്ള ഡയലോഗ്സ് വിട്ടുകൊടുത്തു. ഇതിൽ 9 കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും എടുത്തത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പെരുന്നാൾ ദിവസം ആഘോഷിക്കുന്നതിന് വേണ്ടി, ഇത് പെരുന്നാൾ സമയത്താണ് ഇത് നടക്കുന്നത്, അപ്പോൾ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി പുതിയ വസ്ത്രങ്ങൾ നെയ്യുന്നതിനായി ഒരു ടൈലറിംഗ് ഷോപ്പിൽ ജിന്നുമ്മ തന്റെ വസ്ത്രങ്ങൾ നൽകിയിരുന്നു. വസ്ത്രങ്ങൾ നൽകിയത് പെരുന്നാളിന് മുമ്പാണ്. പക്ഷേ പെരുന്നാളും കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാണ്, ഈ കൊലപാതകവും കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാണ് ഈ വസ്ത്രങ്ങൾ ഇവർ തിരികെ വാങ്ങിയത്. ഇത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത് ഉവൈസ് പല ബിനാമികളുടെയും പേരിൽ നിരവധി വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുകയുണ്ടായി. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം ഈ കൊലപാതകം നടക്കുന്നത് ഏപ്രിൽ 13, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 6:15-നും 7:25-നും ഇടയിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അതായത് അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം നോക്കിയ ശേഷം ഈ കൊലപാതകത്തിന്റെ ദിവസമാണ് തന്റെ പിറന്നാൾ എന്ന പേരിൽ ഒരു കേക്ക് മുറി മറ്റൊരു യുവാവിന്റെ വീട്ടിൽ വെച്ച് ഉവൈസും ജിന്നുമ്മയും കൂടെ നടത്തുകയും ഇതിന്റെ ഫോട്ടോ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതായത് അതേ ദിവസം രാത്രിയിൽ തങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, സുഹൃത്തിന്റെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കുകയായിരുന്നു എന്ന രീതിയിൽ. അതേസമയം ഇവരുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഈ കൊലപാതകത്തിന് ഏപ്രിൽ 11-ാം തീയതിയാണ് ഇവരുടെ ബർത്ത്ഡേ. ഏപ്രിൽ 13-ാം തീയതിയാണ് ബർത്ത്ഡേ ആഘോഷം നടന്നിരിക്കുന്നത്. ഇത് പോലീസ് കണ്ടുപിടിച്ചു. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഇവർ പോയിരിക്കുന്ന സ്റ്റേറ്റ് റോഡ് എവിടെയും ഇവർ ഉപയോഗിച്ചിട്ടില്ല. ഇവർ പോയിരിക്കുന്നത് അസ്നിഫയുടെ വീട്ടിലേക്കാണ്. 3-ാം പ്രതിയായിട്ടുള്ള അസ്നിഫയുടെ വീട്ടിലേക്കാണ് ഈ കൊലപാതകത്തിന് ശേഷം ഇവർ പോയിരിക്കുന്നത്. അസ്നിഫയുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഗഫൂർ ഹാജിയുടെ വീട്ടിലേക്ക് ഇവർ വന്നിരിക്കുന്നത് ഗഫൂർ ഹാജിയുടെ വീടിന്റെ പിൻഭാഗത്തൂടാണ്, പൂച്ചക്കലിന്റെ വീടിന്റെ പിൻഭാഗത്തൂടാണ് വന്നത്. വരിക, കൊലപാതകം, പൂജ എന്ന പേരിൽ അഭിചാരം എന്ന പേരിൽ കൊലപാതകം നടത്തുക, പിൻവാതിൽ കൂടി ഇവരെല്ലാം തിരിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു യുവാവിന്റെ കൂടി പങ്കാളിത്തം പോലീസ് ഇപ്പോൾ ഈ കേസിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ യുവാവിന്റെ വീട്ടിൽ വെച്ചാണ് ഇവർ ഈ പറയുന്ന ബർത്ത്ഡേ ആഘോഷം നടത്തിയിരിക്കുന്നത്. ഈ യുവാവ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 596 പവനിൽ 300 പവൻ ഇവർ കടത്തിയിട്ടുണ്ട്. ജിന്നുമ്മയും ഭർത്താവ് ഉവൈസും കൂടി കടത്തിയിട്ടുണ്ട്. 40 പവന് തുല്യമായ തുക അസ്നിഫയ്ക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 40 പവന് തുല്യമായ തുക ആയിഷയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 596 പവന്റെ സ്വർണവും 10 ലക്ഷം രൂപയും അടിച്ചു മാറ്റിയിട്ട് ഷമീമ മറ്റവർക്ക് നൽകുന്നത് 40 പവന്റെ സ്വർണത്തിന് തത്തുല്യമായ പണമായി ഈ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പണമായി കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന അസ്നിഫയുടെ ബന്ധു തമിഴ്നാട്ടിൽ
ഇവരുടെ പേരിൽ ബന്ധുവിന്റെ പേരിൽ അസ്നിഫ തമിഴ്നാട്ടിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. 12 ഏക്കർ ഭൂമിയാണ് അവർ അവിടെ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ആയിഷയാണെങ്കിൽ ഓടി നടന്ന് കടം തീർക്കുകയായിരുന്നു. ഓടി നടന്ന് എല്ലാ മേഖലയിലെയും ആയിഷയ്ക്ക് 1 രൂപ പോലും കടമില്ല. അപ്പോൾ ആയിഷയും അസ്നിഫ കുറച്ചുകൂടി ബുദ്ധിശാലിയാണ്. ആയിഷയാണ് ഈ പറയുന്ന എല്ലാവരെയും കുടുക്കിയത്. ആയിഷ ആദ്യമേ പോയി ഇവരെല്ലാം ബിനാമി പേരിൽ കളിച്ചപ്പോൾ, അതായത് ജിന്നുമയും ഉവൈസും അസ്നിഫയും ബിനാമി പേരിലാണ് കളിച്ചത്. തങ്ങളുടെ പണമിടപാട് മുഴുവൻ നടത്തിയത് ബിനാമി പേരുകളിലാണ് ഇവർ ഇടപാടുകൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ ആയിഷ എന്ന് പറയുന്ന സ്ത്രീ ഇത്രത്തോളം ഇവരെ പോലെ കുരുട്ടുബുദ്ധിയുള്ള സ്ത്രീ ആയിരുന്നില്ല. എല്ലാം ഡയറക്റ്റ് ആയിട്ട് പോയി വായ്പകൾ കിട്ടിയ പണം കൈ കിട്ടിയ പാടെ വായ്പകളെല്ലാം അടയ്ക്കുകയും ഓടി നടന്ന് വസ്ത്രം വാങ്ങിക്കൂട്ടുകയും ചെയ്തു. പുതിയ വസ്ത്രങ്ങൾ, സൗന്ദര്യ വർദ്ധിത വസ്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടുകയും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുകയും സമീപവാസികൾക്കും ചെലവുകൾ, അതായത് അടുത്തുള്ളവർക്കും ചെലവുകളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇതാണ് SCRBയുടെ DYSP ഇവരിലേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിലൊന്നും പോലീസ് പറഞ്ഞില്ല. പോലീസ് പൂർണ്ണമായും ആയിഷയെ കൊടുക്കാൻ വേണ്ടി നിന്നു. കാര്യം ആയിഷ ഇതെല്ലാം തന്നെ ഒരു ഒളിയും മറയുമില്ലാതെ പണം അങ്ങ് വാരിക്കോരി അങ്ങ് ചെലവഴിച്ചു. കയ്യിൽ കിട്ടിയ പണം വാരിക്കോരി ചെലവഴിച്ചിരിക്കുന്നത് അധ്വാനിക്കാതെ കിട്ടിയ പണമാണല്ലോ, അതുകൊണ്ട് വാരിക്കോരി ചെലവഴിക്കുകയും അതായത് ഉള്ളിൽ കിടന്ന ആ ഒരു നന്മമരമുണ്ടല്ലോ അത് ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. ആയിഷയാണ്. ആയിഷയിലേക്ക് പൂർണ്ണമായും സംശയം നിർത്തി. ആയിഷയായിരിക്കുമോ ഈ കൊലപാതകം നടത്തിയത് എന്ന് ജിന്നുമ്മയോടുള്ള ചോദ്യത്തിന് തനിക്ക് അറിയില്ല. അതേസമയം ഗഫൂർ ഹാജിയും ആയിഷയും തമ്മിൽ സംസാരിക്കുമായിരുന്നു എന്ന് എന്നോട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതാ കൊലപാതകം നടത്തിയത് ആയിഷയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നൊരു മറുപടി ഈ ജിന്നുമ്മ, അതായത് ജിന്നുമ്മ വിചാരിച്ചു ആയിഷയിലേക്ക് തന്നെ ഈ അന്വേഷണം അങ്ങ് പൊക്കോട്ടെ എന്നൊരു കരുതലിൽ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞു. ഉവൈസ് പറഞ്ഞത് ഈ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ ആയിഷ പോകുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് ഉവൈസും പറഞ്ഞു വെച്ചു. ഇതോടുകൂടി മൊഴികളുടെ വൈരുദ്ധ്യം ഈ പ്രതികൾ തമ്മിലുള്ള മൊഴികളിലെ വൈരുദ്ധ്യം പിടികിട്ടി. ഒടുവിൽ ആയിഷയോട് ചോദിച്ചപ്പോൾ ആയിഷ ഈ കൊലപാതകത്തിന്റെ മുഴുവൻ രീതിയും പോലീസിനോട് സമ്മതിച്ചു. ഇവരെല്ലാവരും ആയിഷയുടെ പേരിലോട്ട് കൊലപാതകം എന്നുള്ള രീതിയിൽ കഥകൾ മെനഞ്ഞപ്പോ ആയിഷ വിചാരിച്ചു ഞാൻ എന്തിനു കൊടുക്കണം. അതല്ല, ആയിഷയിലേക്ക് ഇത് വരത്തക്ക രൂപത്തിൽ കൊലപാതകം ആയിഷയാണ് ചെയ്തത് എന്ന് വരത്തക്ക രൂപത്തിൽ മറ്റു 3 പേരും മൊഴികൾ മാറ്റി പറയുകയും മറ്റും ചെയ്തു. 1. 2, ആയിഷ പണം ചിലവഴിച്ചതിന് വ്യക്തമായ തെളിവുണ്ട്. കാരണം എല്ലാം നേരിട്ടാണ് ചെയ്തത്. മറ്റവരാണെങ്കിൽ ബിനാമി ഇടപാടുകളിലൂടെയും ഇൻവെസ്റ്റ് ചെയ്യുകയും മറ്റുമൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ആയിഷ തന്നെയാണ് പ്രതി എന്ന് വരത്തക്ക രൂപത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ ആയിഷ ഒരുപാട് ഇതുപോലെ ക്രൂക്കഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ചോദിച്ച മുറയ്ക്ക് തനിക്കറിയുന്ന സത്യങ്ങളെല്ലാം ആയിഷ അങ്ങ് തുറന്നു പറഞ്ഞു. മറ്റവരെന്താണ് പറഞ്ഞത് എന്ന് ആയിഷയ്ക്ക് അറിയത്തുമില്ല. ഞാനുള്ള സത്യം പറഞ്ഞേക്കാം. ഇവരെല്ലാവരും തന്റെ പേരിലേക്ക് വന്നപ്പോൾ ഇതിൽ അസ്നിഫ വളരെ തന്ത്രശാലിയാണ്. അസ്നിഫയാണ് ഇതിൽ ഏറ്റവും ബുദ്ധിശാലി. എനിക്ക് തോന്നുന്നു ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം നോക്കുമ്പോൾ അസ്നിഫ പൂർണ്ണമായും ജിന്നുമ്മയേക്കാൾ ബുദ്ധിശാലിയാണ് അസ്നിഫ. ഇതേ ചോദ്യം അസ്നിഫയോട് ചോദിച്ചപ്പോൾ തനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നാണ് പറഞ്ഞത്. തനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, താൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. ഇതുപോലെ അബ്ദുൽ ഗഫൂർ ഹാജിയുമായി ആയിഷയ്ക്ക് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് തനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു കാര്യങ്ങൾ അറിയില്ല. തന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, തന്റെ സുഹൃത്താണ്, പക്ഷെ ഇങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നൊരു മറുപടി. അതായത് ഏറ്റവും ബുദ്ധിശാലിയായിട്ടുള്ള കുറ്റവാളി എന്ന് പറയുന്നത് 3-ാം പ്രതിയായിട്ടുള്ള അസ്നിഫയാണ്. അസ്നിഫ കളിച്ചത് നല്ല ചെസ് ബോർഡിൽ കളം നിരത്തി കരിക്കൾ നിൽക്കുന്ന അതേ രീതിയിലാണ് കളിച്ചത്. ജിന്നുമ്മയ്ക്ക് പക്ഷേ അസ്നിഫയേക്കാൾ കുറച്ച് താഴെയാണ്. ഏറ്റവും താഴെ നമ്മുടെ ആയിഷയാണ് ഇതിലെ ഏറ്റവും മോശം പ്രകടനം. ബുദ്ധി തീരെ കുറവുള്ള ഈ ക്രൈമിലെ ബുദ്ധി തീരെ കുറവുള്ള സ്ത്രീ എന്ന് പറയുന്നത് ആയിഷയാണ്. എപ്പോഴും ഈ ഒരു ക്രൈം ചെയ്യുമ്പോൾ അതിന്റെ എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു സംഭവം അവരോട് ഉപേക്ഷിക്കും. പക്ഷെ ഇത് മൈന്യൂട്ടല്ല, ഒരുപാട് വലിയ കാര്യങ്ങളാണ്. ഇത്തരം ബുദ്ധിശൂന്യമായിട്ടുള്ള സ്ത്രീകളുടെ പക്കൽ പണം ധാരാളമായി വന്നു ചേർന്ന് കഴിഞ്ഞാൽ അവർ ഇത് വാരിക്കോരി ചെലവാക്കി കളയും. ഒരു ക്രൈമിലൂടെയാണ് ഇത് വരുന്നതെങ്കിലും അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും, അതായത് താൻ ചെയ്തിരിക്കുന്ന ഒരു ക്രൈമാണ് എന്നുള്ള ധാരണ പോലും ഇല്ലാതെ ഈ ആയിഷയെ പോലെ ഏറ്റവും വലിയ ഷോപ്പുകളിൽ കയറി വസ്ത്രങ്ങൾ വാങ്ങി, ആയിഷ സാമ്പത്തികമായി നിൽക്കുന്ന നിലവാരം വെച്ച് നോക്കുമ്പോൾ ആയിഷ ധരിക്കേണ്ട വസ്ത്രങ്ങളല്ല ആയിഷ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പെട്ടെന്ന് സംശയത്തിന്റെ നിഴൽ. ഈ ഇവരൊരു കേരള പോലീസിനെ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതെ, കേരള അറിയില്ല, കേരള പോലീസിന്റെ ബുദ്ധി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതാണ് അവർക്ക് പറ്റിയ. പക്ഷെ ദൈവം ശരിക്കും അവരെ കൊടുക്കണം എന്ന് ദൈവം തന്നെ തീരുമാനിച്ചതാണ്. അതെ അല്ല, ഇത്തരം ദുർമന്ത്രവാദ കൊലപാതകത്തിന്റെ പേരില് അങ്ങനെ 4 പ്രതികൾ
ദൈവത്തെ പിടിച്ചതിനകത്തൊക്കെ ഇടണോ? ദൈവം അറിയാതാണോ ഇതൊക്കെ ചെയ്തത്? സ്വൈരവിഹാരം നടത്തേണ്ടെന്ന് ദൈവം തീരുമാനിച്ചു. അതെ, പോലീസ് കൂടി ദീർഘനാളുകൾക്ക് ശേഷം പോലീസ് അതിലൊരു എടുത്ത് കൈകാര്യം ചെയ്തു. തെളിവുകളുണ്ട്. ഈ ഡിവൈഎസ്പി ജോൺസന്റെ ഒരു പ്രത്യേകത, ജോൺസൺ ഏതറ്റം വരെയും പോക്കളെ. ഈ പിന്നെ കേസ് അന്വേഷിച്ച ജോൺസൺ ഒരു പ്രതിയോട് പറഞ്ഞത്, പ്രതി ഒരു കാരണവശാലും കുറ്റമേൽക്കില്ല, തെളിവും കാര്യമായില്ല, പ്രതി ഒരു കാരണവശാലും കുറ്റമേൽക്കില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ചെയ്തത് പ്രതിയുടെ മാതാപിതാക്കളെയും കുറിച്ച് പ്രതി ചേർത്ത് എഫ്ഐആർ ഇടാൻ പറഞ്ഞു, പ്രതിയുടെ മുന്നിൽ വെച്ച്. പ്രതിക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് പിതാവിനോടാണെന്നിരിക്കെ, പിതാവിനോടാണ് പ്രതിക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ്. അപ്പം പ്രതിയുടെ പല പിന്നെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ പറയുന്ന ഡിവൈഎസ്പിക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ ആ പിതാവിന് ഈ ക്രൈമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം അദ്ദേഹം ചെയ്തൊരു പരിപാടി, പിതാവിനെ കൂടി പിടിച്ച് പ്രതിയാക്കാൻ പറഞ്ഞ് എല്ലാ നടപടിയും ഈ പ്രതിയുടെ മുന്നിൽ വെച്ച് തന്നെ നടന്നുകൊണ്ടിരിക്കുക. അവസാനം അദ്ദേഹത്തെ കൊണ്ട് പിന്നെ ഒപ്പിടിക്കാൻ സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ, പിതാവ് പ്രതിപട്ടികയുമായി ബന്ധപ്പെട്ട സൈൻ ചെയ്യാൻ ഒപ്പിടുന്ന സമയത്ത് പോലീസ് ഒരു മൊഴി എഴുതി, പിതാവിന്റെ എന്ന് പറയും, കുറ്റസമ്മത മൊഴി. പോലീസ് തന്നെ ഇരുന്ന് എഴുതി പ്രതിയുടെ മുമ്പിൽ വെച്ച് തന്നെ പിതാവിനെ വായിച്ച് ഏൽപ്പിച്ച് ഒപ്പിടാൻ പറഞ്ഞു. ഇത് താങ്കൾ പറഞ്ഞ മൊഴിയാണ്, ഒപ്പിടാൻ പറഞ്ഞു. പിതാവ് ഒപ്പിടാൻ വരട്ടും ഭീഷണിപ്പെടുത്തി പിതാവിനെ കൊണ്ട് ഒപ്പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പ്രതി കുറ്റം സംഭവിച്ചു. ഇനി 5 ബൗളുകളാണ്. ശ്യാം ബാബു എന്ന് പറയുന്ന ആളാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ വിവരം പുറത്തു പറഞ്ഞിരിക്കുന്നത്. അറ്റാച്ച്മെന്റും ഇത് ഇമോഷണൽ ഏതാണ്ട് നല്ല രൂപത്തിൽ വർക്കൗട്ടാക്കി. ഇതുപോലെയുള്ള ധാരാളം കേസുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ പുരുഷന്മാർക്കു മാത്രമല്ല ഇത്തരം രീതികളൊക്കെ വഴങ്ങുന്നത്, മുസ്ലിം സ്ത്രീകൾക്കും പർദ്ദയും മക്കനെയും ഇട്ട് തന്നെ ഖുർആൻ ഓതി മന്ത്രിച്ചൂതി അറബി വാക്യങ്ങൾ ഇൻഷാ അല്ലായും മാഷാ അല്ലായും അസ്സലാമു അലൈക്കും ഒക്കെ തന്നെ മതി ഇത്രയും കോടിക്കണക്കിന് പണം പറ്റിക്കാനും ഒരാളെ കൊല ചെയ്യാനും ഒക്കെ ഇത്രയും മതി എന്നിവർ തെളിയിച്ചിരിക്കുന്നു. നന്ദി.